Hi everyone, welcome to English with Jo യൂട്യൂബ് ചാനൽ. ഡേ 24 ആസ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുൻപായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലെസൺ. ആസ് എന്നതിൻ്റെ ഫസ്റ്റ് യൂസേജ് ഒരു കാരണം പറയുമ്പോൾ, അതായത് ഈ ഒരു കാരണമായതിനാൽ എന്ന് പറയുമ്പോൾ ആസ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ക്ഷീണിച്ചതിനാൽ നേരത്തെ ഉറങ്ങാൻ പോയി അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നു. എങ്ങനെ പറയാം? ആസ് ഐ വാസ് ടയേർഡ് ഐ വെന്റ് ടു ബെഡ് ഏർലി. ആസ് ഐ വാസ് ടയേർഡ്, ഞാൻ ക്ഷീണിച്ചതിനാൽ ഐ വെന്റ് ടു ബെഡ് ഏർലി, ഞാൻ നേരത്തെ ഉറങ്ങാൻ കിടന്നു അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങാൻ പോയി. ആസ് ഐ വാസ് ടയേർഡ് ഐ വെന്റ് ടു ബെഡ് ഏർലി. ആസ് ദ ട്രെയിൻ വാസ് ലേറ്റ് ഐ കെയിം ബൈ ടാക്സി. ട്രെയിൻ വൈകിയതിനാൽ ഞാൻ ടാക്സിയിൽ വന്നു. ആസ് ദ ട്രെയിൻ വാസ് ലേറ്റ്, ട്രെയിൻ വൈകിയതിനാൽ ഐ കെയിം ബൈ ടാക്സി, ഞാൻ ടാക്സിയിൽ വന്നു. ഇങ്ങനെയും പറയാം, ഐ കെയിം ബൈ ടാക്സി ആസ് ദ ട്രെയിൻ വാസ് ലേറ്റ്. ഇങ്ങനെ സെൻറ്റൻസിൽ ഒരു കാരണത്തെക്കുറിച്ച് ആയതിനാൽ എന്ന് പറയുമ്പോൾ ആസ് ഉപയോഗിക്കാം. ഇത് കൂടാതെ ആസ് വരുന്നത് സെൻറ്റൻസിൽ അപ്പോൾ, ആ സമയത്ത് എന്ന അർത്ഥങ്ങൾ വരുമ്പോൾ ആസ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ഹി കോൾഡ് മീ ആസ് ഐ വാസ് ഗെറ്റിംഗ് റെഡി. ഞാൻ റെഡിയാകുമ്പോൾ അവൻ എന്നെ വിളിച്ചു. ഹി കോൾഡ് മീ, അവൻ എന്നെ വിളിച്ചു. ആസ് ഐ വാസ് ഗെറ്റിംഗ് റെഡി, ഞാൻ റെഡിയാകുമ്പോൾ. ഹി കോൾഡ് മീ ആസ് ഐ വാസ് ഗെറ്റിംഗ് റെഡി. ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ തെന്നി വീണു. ഐ ട്രിപ്ഡ് ആസ് ഐ ഗോട്ട് ഓഫ് ദ ബസ്. ഐ ട്രിപ്ഡ്, ഞാൻ തെന്നി വീണു. ആസ് ഐ ഗോട്ട് ഓഫ് ദ ബസ്, ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ. നെക്സ്റ്റ്, പോലെ എന്നർത്ഥം കിട്ടാൻ ആസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നീ ആഗ്രഹിക്കുന്നത് പോലെ, നീ പറഞ്ഞതുപോലെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അപ്പോൾ ആസ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ആസ് യു സെഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു മികച്ച ആശയമാണ്. ആസ് യു സെഡ്, നിങ്ങൾ പറഞ്ഞതുപോലെ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ, ഇതൊരു മികച്ച ആശയമാണ്. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നന്നായി നടന്നു. ആസ് ഐ ഹാഡ് പ്ലാൻഡ് എവറിത്തിങ് ടേൺഡ് ഔട്ട് വെൽ. ആസ് ഐ ഹാഡ് പ്ലാൻഡ്, ഞാൻ പ്ലാൻ ചെയ്തതുപോലെ. എവറിത്തിങ് ടേൺഡ് ഔട്ട് വെൽ, എല്ലാം നന്നായി നടന്നു. ആസ് ഐ ഹാഡ് പ്ലാൻഡ് എവറിത്തിങ് ടേൺഡ് ഔട്ട് വെൽ. അടുത്തത്, ആയി എന്നർത്ഥം കിട്ടാൻ എങ്ങനെയാണ് ആസ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അവൾ അധ്യാപികയായി ജോലി ചെയ്യുന്നു. ഷീ വർക്ക്സ് ആസ് എ ടീച്ചർ. അവൾ അധ്യാപികയായി ജോലി ചെയ്യുന്നു. ഷീ വർക്ക്സ് ആസ് എ ടീച്ചർ. ഞങ്ങൾ ഈ മുറി ഒരു മീറ്റിംഗ് റൂമായി ഉപയോഗിക്കുന്നു. വി യൂസ് ദിസ് റൂം ആസ് എ മീറ്റിംഗ് റൂം. ആസ് എ മീറ്റിംഗ് റൂം, മീറ്റിംഗ് റൂമായി. വി യൂസ് ദിസ് റൂം, ഞങ്ങൾ ഈ മുറി ഉപയോഗിക്കുന്നു. We use this room as a meeting room. ഇത് കൂടാതെ രണ്ട് വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ സെൻറ്റൻസിൽ അർത്ഥം വരുമ്പോൾ പോലെ തന്നെ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. എക്സാമ്പിൾസിലൂടെ ഒന്നുകൂടെ ക്ലിയർ ആയി മനസ്സിലാക്കാം. അവൻ നിങ്ങളെപ്പോലെ തന്നെ ഉയരമുള്ളവനാണ്. He is as tall as you. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ രണ്ട് ആസ് വരുന്നുണ്ട്. അതിനിടയിൽ അഡ്ജക്റ്റീവ് ആണ് വന്നിരിക്കുന്നത്. എന്താണ് അഡ്ജക്റ്റീവ്? ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. ഇതിൽ പ്രോനൗൺ ഏതാണ്? ഹി. അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ടോൾ. അതായത് അഡ്ജക്റ്റീവ് ടോൾ. അവൻ ഉയരമുള്ളതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ, രണ്ട് വ്യക്തികൾക്കിടയിൽ സിമിലറായി വരുന്ന വാക്ക് ഏതാണോ അതാണ് രണ്ട് ആസുകൾക്കിടയിൽ വരേണ്ടത്. മറ്റൊരു എക്സാമ്പിളോടെ നോക്കാം. ഷീ ഈസ് ആസ് ആക്റ്റീവ് ആസ് യു. അവൾ നിന്നെ പോലെ തന്നെ ആക്റ്റീവാണ്. ഷീ ഈസ് ആസ് ആക്റ്റീവ് ആസ് യു. അപ്പോൾ ഇതേപോലെ ആസ് ഉപയോഗിച്ച് കുറേ ഓൺ സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അറിയിക്കുക. കൂടാതെ പറഞ്ഞു തന്നെ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഫ്ലുവൻ്റ് ആവൂ. ഡേ 24 ലെസൺ യൂസ്ഫുൾ ആയെങ്കിൽ
ഇതുപോലെ പഠിക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.